സ്കൂളിൻ്റെ സിറ്റുവേഷനാണ് ഈ കാണുന്നത്. ആന്ധ്രാപ്രദേശിലെ അനന്തപുരം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ചയാണ്, ഒരു വില്ലേജിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. എത്രത്തോളം അപ്ഡേറ്റ് ആവാതെ കിടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിങ്ങനെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരു 10-20 വർഷത്തോളം നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ബാക്കിലേക്ക് പോയ സിറ്റുവേഷനാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അനന്തപുരം എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് നമ്മൾ ഗൂഗിൾ മാപ്പ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ വില്ലേജുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് റൂട്ടെല്ലാം കാണിക്കുന്നത്. ആ റൂട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. സ്കൂളിൻ്റെ ആ പ്രകൃതിരമണീയമായ കാഴ്ചകളൊക്കെ തന്നെ വളരെ രസകരമായിട്ടുണ്ട്. എങ്കിൽ കൂടി ഈ സ്കൂളിൻ്റെ പുറമെ നിന്ന് തന്നെ നമുക്ക് ആ ഒരു സ്കൂളിൻ്റെ അപ്ഡേഷൻ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ടൗണിലെല്ലാം തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടി ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷൻസാണ് കൂടുതലും കാണുന്നത്. പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളിലേക്കാണ് നമ്മൾ പിന്നീട് എത്തിയത്. ഈ ഒരു സുന്ദരമായിട്ടുള്ള ഈ ഒരു കൃഷിയിടത്തിൽ ഒരുപാട് ആളുകൾ പണിയെടുക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ണെത്താ ദൂരം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. നല്ല ഡ്രോണ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാം എന്നുള്ളത് ഇങ്ങനെ ഞാൻ ചിന്തിച്ചു പോയി. നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിന് പരിമിതി ഉണ്ടല്ലോ, വരും കാലങ്ങളിൽ അപ്ഡേറ്റ് ആക്കാം എന്നുള്ള പ്രതീക്ഷയോട് കൂടി ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വളരെ രസകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. ഒരുപാട് സ്ത്രീകളാണ് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നത്. വലിയ റോഡ്, വലിയ വലിയ വണ്ടികൾ കാര്യങ്ങളൊക്കെ വരുന്ന ബസ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള റോഡാണ്. ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. എത്രത്തോളം ചുരുങ്ങിയിട്ടുണ്ട് റോഡിൻ്റെ വീതി കാര്യങ്ങൾ എന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ച അത് വേറൊരു രസകരമായിട്ടുള്ള ഫീലിങ്സ് ആയിരുന്നു. ഈ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഏരിയയാണ് ഈ കാണുന്നത്. ആ തലക്കലായിട്ട് കാളയെ കൊണ്ടിങ്ങനെ പൂട്ടുന്ന ഒരു കാഴ്ച, ആ കാളയുടെ കാളവണ്ടി ഇവിടെ നിൽക്കുന്ന കാഴ്ച. കാളവണ്ടിയിലേക്ക് നോക്കുമ്പോൾ ടയർ മാത്രമേ കുറച്ച് അപ്ഡേറ്റ് ആയിട്ടുള്ളൂ. പഴമയിലുള്ള ആ ഒരു കാളവണ്ടി തന്നെയാണെന്ന് തോന്നിപ്പോകും. ടയറിലേക്ക് മാറിയിട്ടുണ്ട്, അതായത് റബ്ബർ ടയറിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളൊരു മാറ്റം മാത്രമേ വണ്ടിയെ നോക്കി കാണുമ്പോൾ നമുക്ക് കാണുന്ന ഒരു കാഴ്ചയുള്ളൂ. ആ കാളിങ്ങനെ പൂട്ടിക്കാണ്ട് വരുന്ന ആ ഒരു പഴമയിലുള്ള കാഴ്ച. നമ്മുടെ അവിടെയൊക്കെ ട്രാക്ടറായില്ലേ, ഇപ്പോൾ ഇവിടെയും ട്രാക്ടറുകളെല്ലാം തന്നെ ആയിട്ടുണ്ട്. എങ്കിലും ഇങ്ങനത്തെ കാഴ്ച